എന്റെ നല്ല കൊച്ച അപ്പൻ്റെത് പോലത്തെ അല്ല എൻ്റെത്. ഇതാണ് അങ്കിളിന്റെ പ്രൊഡക്റ്റ്. ബോഡി ഷേം ചെയ്യാണ്. നല്ല ചക്കപ്പുളി എനിക്ക് അതിനുള്ള കഴിവെങ്കിലും ഉണ്ട്. നിനക്ക് ഉണ്ട്. ആന്റീനെ സഹായിക്കാനാണ് ഇവിടെ മെയിൻ കഴിവ്. ഇവിടെ അതെ അതെ, എനിക്ക് നാണോ നിനക്ക്? പോത്ത് പോലെ വളർന്നു. എന്നിട്ട് അവള് പറയ ഞാൻ വളർത്തിയ മോഹമിലെല്ലാം പോത്തു പോലെ വളർന്ന കാത്തു തളർന്ന അപ്പന്റെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇല്ലപ്പേ ഒരു മൈലും വന്നില്ല. ആണോ അമ്മ? വളർന്നില്ലേ? അമ്മയും കൂടെ എന്തേലും പറ, തീരുമാനം. അമ്മ പറ. അമ്മ എനിക്കൊന്നും പറയാനില്ല. അമ്മ മിണ്ടൂല. ഉണ്ണിയെ ഞാൻ വിളിച്ചുതരാം. അമ്മ പപ്പ ഇതുപോലെ പറയണം അവനോട്. എന്നെ കൊണ്ടാണ് എല്ലാവർക്കും ഉപകാരം. പൊയ്ക്കാട് നീയെ അല്ലേ നിങ്ങളെ എന്നെ കൊണ്ട് ഉപകാരമുണ്ട്. അയ്യോ ചേച്ചി, ഞാൻ എക്സാമിന് പാസ്സായി. എന്നോട് വേദന പരീക്ഷയും കൂടെ വരാണ്ട്. നോക്കട്ടെ കേട്ടോ. തോപ്പിക്കും നിന്നെ. എത്ര ക്ലാസ്സില്? ചുമ്മാ എന്തെങ്കിലും പറയാ. ഞാൻ തോറ്റിട്ടേ ഇല്ല. വേദോടത്തിന് മാത്രമായിട്ട് ഞാൻ തോറ്റിട്ടുള്ളൂ. ഇല്ല പപ്പേ, തോറ്റതല്ല, തോപ്പിച്ചാ. ഉണ്ണിയോടെ ദേഷ്യത്തിന് അതോടുകൂടി വേദോടെ നിർത്തിയാന്. പ്ലസ് വണ്ണിൽ ഇരുന്നപ്പോൾ എന്നോട് പറയാം, പ്ലസ് ടുവിൻ്റെ എക്സാം എഴുതണ്ട, നീ പ്ലസ് വണ്ണിൽ തോറ്റു ചെയ്യുന്നു. പ്ലസ് ടുവിൽ ഇരുന്നിട്ടല്ലേ? അവിടെ ഞാൻ നിർത്തി. വേദോടെ പഠിക്കുന്നത് നിർത്തി. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പേപ്പർ കാണണം എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ അവർ പറയാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെച്ചിട്ട് പേപ്പർ വാലി ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വേദോടെ പരീക്ഷേൻ്റെ പേപ്പർ ആ എന്തിനു നുണയല്ലേ പറഞ്ഞവര് അന്ന് സിസ്റ്റർമാര് പറഞ്ഞു. പക്ഷെ ഇത് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും? ഇല്ല. നമ്മൾ ഒരു കാര്യമില്ല. ചുമരെ തൂക്കം കുറച്ച് കഴിയുമ്പോൾ കേടാൻ വരെ എടുത്ത് ചേർന്ന് കൊടുക്കാൻ തോന്നിയത്. ചുമരെ തൂക്കാനല്ല, ഇവരെന്തിനാ വേദോടെ പഠിക്കാൻ പറയുന്നത്? കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേദോടം പ്ലസ് ടു വരെ പഠിക്കണം എന്ന് പറയുന്നത്. അതെനിക്കറിയില്ല. അത് പറഞ്ഞു കൊടുത്ത പെണ്ണ് നാളെ തൊട്ട് വേദോടം നിർത്തും കേട്ടോ. അപ്പൊ അയ്യോ നിഷ്കളങ്കത അവൾക്ക്. അയ്യോ അതെ, നിർത്തിക്കൊന്നില്ലേ? പിന്നെ